ഗായ്സ് നമ്മൾ ടെസ്ല കോയിലിൻ്റെ സ്പാർക്കിങ്ങിൻ്റെയാണ് സൗണ്ട് കേൾക്കുന്നത്. ഞാനൊരു ഫ്ലൂറോസെൻറ്റ് ലൈറ്റാണ് ഇപ്പോൾ കത്തിച്ച് നോക്കുന്നത്. ലൈറ്റ് ഇതേ കണക്റ്റ് ഒന്നുമല്ല, ലൈറ്റ് നന്നായിട്ട് കത്തുന്നുണ്ട്. അതിൻ്റെ ഫ്ലൂറോസെൻ്റ് ആണ് കത്തുന്നത് ഉള്ളിൽ. അതിൻ്റെ ഒരു വയറും കണക്റ്റഡ് അല്ല. അടുത്ത് നമ്മുടെ കോയിലിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോഴേ കത്തുന്നുണ്ട്. സ്പാർക്കിങ്ങിൻ്റെ സൗണ്ട് നന്നായി. അപ്പോൾ എന്താണ് ടെസ്ല കോയിൽ എന്നതാണ് ഈ സൈഡിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ നമുക്ക് ടെസ്ല കോയിൽ ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യം നോക്കാം. കുറച്ച് പഴയ കോയിൽസാണ് ഞാൻ കളക്ട് ചെയ്തത്. പഴയ ടി വിൻ്റെ കോപ്പർ വയറാണിത്. ടി വിൻ്റെ പിക്ചർ ട്യൂബിൻ്റെ ബാക്കിൽ വരുന്നതാണ്. ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. പിന്നെ വേണ്ടത് അത് ഞാൻ ഡിസസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഈ വയറാണ് യൂസ് ചെയ്യുന്നത്, പുതിയ വയറൊന്നുമല്ല. പിന്നെ PVC പൈപ്പ്, 3/4 ഇഞ്ച് PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയും താഴെയുമായി 2 ചെറിയ ഹോൾസ് ഡ്രിൽ ചെയ്ത് കൊടുക്കാം, നേരെ മേലെയും താഴെയും. നമുക്കിതിൻ്റെ സെക്കൻഡറി വൈൻഡിങ് ആദ്യം ചെയ്യാം. അപ്പോൾ ഈ വയർ ഏകദേശം ആ ഹോൾസിലൂടെ അകത്തോട്ട് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡറി വൈൻഡിങ് തുടങ്ങാം. വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ വയർ അവിടെ നിന്ന് സ്ലിപ്പായി വിട്ടു പോകുന്നില്ല. 500 ടേൺസ് നമുക്ക് ചെയ്യണം. നമുക്ക് മെഷീൻ യൂസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, കൈകൊണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. സാവകാശം ചെയ്താൽ മതി. വയർ പൊട്ടിപ്പോകാൻ പാടില്ല, കെട്ട് കൂടുങ്ങാൻ പാടില്ല. ഒരു വയറിന് മേലെ മറ്റേ വയർ വരാൻ പാടില്ല. സിംഗിൾ ലെയറിലാണ് ചെയ്യേണ്ടത്. നല്ല വൃത്തിക്ക് അടുപ്പിച്ച് ചെയ്യണം. സമയമെടുത്ത് മെല്ലെ ചെയ്യുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കൈ വിട്ടു പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അഴിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് ഏകദേശം 500 ടേൺ ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന PVC പൈപ്പിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഹോൾസ് ഇടാം. പിന്നെ ഈ സെക്കൻഡ് വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ബാക്കി പൈപ്പ് നമുക്ക് മുറിച്ച് കളയാം. അവിടെ ഒരു ഹോൾസും ഇടാം. ഓക്കെ, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി അടുത്ത പരിപാടിയിലെടുത്ത് പോവാം. 18 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇത് ടെസ്ല കോയിലിൻ്റെ ടോപ്പ് ലോഡ് എന്ന് പറയും. ഞാൻ അലുമിനിയം വയറാണ് എടുത്തേക്കുന്നത്. സ്പ്രിങ് പോലെ ആക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ മേലെ ഒരു എൻഡിൽ വയറിൽ കണക്റ്റ് ചെയ്ത് വെക്കണം. ചെറിയ വാഷർ പോലെ പ്ലാസ്റ്റിക് പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിക്കാനാണ്. നമുക്ക് ആ വയർ അതുവഴി പുറത്തോട്ട് എടുത്തിട്ട് അതിൽ സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് വീഡിയോയിൽ നമ്മൾ തുടർന്ന് കാണാം. വയറിൻ്റെ ഇൻസുലേഷൻ ഒന്ന് റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് ആ വയറിനെ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ടൈറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ സ്പാർക്ക് വരും. സെക്കൻഡറി വൈൻഡിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ കൊതുകിനെ പിടിക്കുന്ന ഒരു ബാറ്റാണ്. ഹൈ വോൾട്ടേജിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തെ സർക്യൂട്ടാണ് എടുക്കുന്നത്. ഈ ബാറ്റ് ഫുൾ റിമൂവ് ചെയ്ത് ഇതിൻ്റെ സർക്യൂട്ട് എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ബാറ്ററിയാണ്, അതിൻ്റെ AC ഇൻപുട്ടാണ്. ഇതാണ് ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നത്. ഏകദേശം 2 kV വോൾട്ടേജ് ഉണ്ടാവും. 2 kVൻ്റെ കപ്പാസിറ്ററാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാവും നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ 2 CD എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിതെല്ലാം കൂടി ഫിക്സ് ചെയ്യാനായിട്ട് ഇതിനകത്ത് കപ്പാസിറ്ററും റിമൂവ് ചെയ്യണം. ആ ഹൈ വോൾട്ടേജിൻ്റെ വയറും റിമൂവ് ചെയ്യുവാണിപ്പോൾ. എന്നിട്ട് നമുക്ക് 3 കപ്പാസിറ്റർ കൂടി വേണം. ടോട്ടലി അതും ചേർത്ത് 3 കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കപ്പാസിറ്റർ ബാങ്ക് ഉണ്ടാക്കാം. ഈ CD 3 കൂടി കണക്ട് ചെയ്ത് ഒരുമിച്ച് വെച്ചിട്ട് 2 CD ഒരുമിച്ച് വെച്ചിട്ട് 120 ഡിഗ്രിയിൽ നമുക്ക് 3 ഹോൾസ് ഇടാം. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു നൈലോൺ വാഷറും നെട്ടും ബോൾട്ടും വേണം. അത് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്യണം. ഇതിൻ്റെ നടുക്കാണ് നമ്മളുടെ സർക്യൂട്ട് ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനി കപ്പാസിറ്റർ കണക്ട് ചെയ്യാനായിട്ട് ഞാനൊരു 6 ഹോൾസ് ഇട്ടുണ്ട്. സീരീസ് ആയിട്ടാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. സർക്യൂട്ട് ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം വേണമെങ്കിൽ. നമുക്കിതേ സർക്യൂട്ട് ബോർഡിന് നമുക്ക് ഇതാക്കാം. അതിനാദ്യം ഈ ബട്ടൺ സ്വിച്ച് നമുക്ക് റിമൂവ് ചെയ്യണം. എന്നിട്ട് അത് ഷോർട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരു സ്വിച്ചിൻ്റെ ആവശ്യമുള്ളൂ. അത് റെഡ് കളർ സ്വിച്ച് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, സ്ലൈഡിങ് സ്വിച്ച്. ഓക്കെ, നമുക്ക് ഇതുപോലെ ഇതിൽ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ബാക്കി കണക്ഷൻസ് നമുക്കൊന്ന് കൊടുക്കണം. എന്നിട്ട് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, എല്ലാം ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വയറുകളെല്ലാം കൊടുത്തിട്ട് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി നമുക്കിതിൽ സ്പാർക്ക് ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, അതും കൂടി ചെയ്യാം. അത് ഞാൻ തന്നെ ഇത് PVC പൈപ്പ് കട്ട് ചെയ്ത് 2 സ്ക്രൂ 2 അറ്റത്തും കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അതിനെ നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് യൂസ് ചെയ്യാം. കണക്ഷൻസ് നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാകും.
ഓക്കെ, ഇപ്പോൾ നമുക്ക് സർക്യൂട്ടിൻ്റെ ഫുള്ളായിട്ടുള്ള കണക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡറി കോയിലിൻ്റെ കണക്ഷൻസ് മാത്രമേ ഉള്ളൂ, അതുകൂടി കണക്ട് ചെയ്യാം. സെക്കൻഡറി കോയിലിൻ്റെ അടിവശവും മുകൾ വശവും നന്നായിട്ട് ടേപ്പ് ചെയ്ത് കൊടുക്കണം. ബ്ലാക്ക് കളർ ഇൻസുലേഷൻ യൂസ് ചെയ്ത് ടേപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈമറി കോയിൽ 1 സ്ക്വയർ mm വയർ യൂസ് ചെയ്തിട്ട് 7 ടേൺസ് ചുറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പ്രൈമറി കോയിലിൻ്റെ സെക്കൻഡറി കോയിലിൻ്റെ മറ്റേ എൻഡ് അതിൻ്റെ ബേസിലേക്ക് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണുന്ന പോലെ സ്പാർക്ക് ഗ്യാപ്പും കണ്ടോ. കപ്പാസിറ്റർ സീരീസ് ആയിട്ടാണ് പ്രൈമറി കോയിലിന് കണക്ട് ചെയ്തിരിക്കുന്നത്. ടോറസ് എന്ന് പറയുന്നതാണ് ടോപ്പ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമുക്കിത് ടെസ്റ്റിങ്ങിൻ്റെ സമയമാണ്. ഫുൾ സർക്യൂട്ടും കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ചെറിയൊരു ടെസ്ല കോയിൽ സ്കൂൾ പ്രോജക്റ്റുകൾക്കും കോളേജ് പ്രോജക്റ്റുകൾക്കൊക്കെ യൂസ് ചെയ്യാം. ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും, അതിനാണ് ആ വയർ റിമൂവ് ചെയ്യാത്തത്. ഡയറക്റ്റ് എ സിയിൽ തന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഗ്രീൻ കളർ കത്തുന്നത്. നമുക്ക് സർക്യൂട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എല്ലാം സർക്യൂട്ട് ഓൺ ആയി കഴിഞ്ഞാൽ റെഡ് കളർ ലൈറ്റ് കത്തും. സ്പാർക്കിങ്ങിൻ്റെ സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സ്പാർക്ക് കേബ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രൂ ഇതാക്കി ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടാണ് സ്പാർക്ക് കേബ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചെറിയൊരു ടെസ്ല കോയിലാട്ടോ. ഇതിനപ്പോൾ അത്രയ്ക്ക് അത്ര ഉള്ള ഒരു എഫക്റ്റ് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. സ്പാർക്കിങ്ങിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ എന്താ ഒരു അലുമിനിയം കമ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് സ്പാർക്ക് ഏകദേശം 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൻ്റെ സ്പാർക്ക് പോകുന്നത് കാണാം. ഫ്രീക്വൻസി കുറവായതുകൊണ്ടാണ് കണ്ടിന്യൂസ് സ്പാർക്ക് കാണാൻ പറ്റാത്തത്. ഇന്നത്തെ കാലത്ത് സോളിഡ് സ്റ്റേറ്റ് ടെസ്ല കോയിലാണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട്. ഇത് പഴയ നിക്കോള ടെസ്ല കണ്ടുപിടിച്ച ടെസ്ല കോയിലിൻ്റെ മോഡലാണ്. ഹൈ വോൾട്ടേജിന് ഞാൻ സർക്യൂട്ടാണ് യൂസ് ചെയ്തത്. അന്നത്തെ കാലത്ത് നിക്കോള ടെസ്ല യൂസ് ചെയ്തത് ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്തത്. ഞാൻ ചിലവ് ചുരുക്കി ഇങ്ങനെ ചെയ്തു. വയർലെസ് പവർ ട്രാൻസ്മിഷൻ്റെ ഒരു മെത്തേഡാണിത്. വയറിലോട്ട് സ്പാർക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ കാലത്ത് ഇത് വണ്ടികളിലെയൊക്കെ സ്പാർക്ക് പ്ലഗുകൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്കൊന്നുകൂടി ചാർജ് ചെയ്തിടാം. ഏകദേശം ഒരു 2 മണിക്കൂർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. നമുക്കൊരു ഫ്ലൂറോസൻ ലൈറ്റ് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കാം. വയറൊന്നും കണക്റ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കത്തുന്നത് കാണാം. ചെറിയ ടെസ്ല കോയിലായതുകൊണ്ട് അത്രയ്ക്ക് കത്തുള്ളൂ. ട്രാൻസിസ്റ്ററൊക്കെ യൂസ് ചെയ്ത് ഫ്രീക്വൻസി കുറവായതിൻ്റെയാണ് മെയിനായിട്ട് ആ ബ്രൈറ്റ്നസ് കുറഞ്ഞ് കത്തുന്നത്. എന്നാലും ഒരു വയറും കണക്ട് ചെയ്യാതെ തന്നെയാണ് ആ ഫ്ലൂറോസൻ ലൈറ്റ് കത്തുന്നത്. നമ്മുടെ കൈ അടുത്തോട് കൊണ്ടുപോയി നമ്മുടെ കയ്യിലോട്ടും ചെറിയ സ്പാർക്ക് വരും. വളരെ ആംബിയർ റേറ്റിംഗ് കുറഞ്ഞ കറണ്ടായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗായ്സ് ഈ വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ എഴുതാവുന്നതാണ്.